പഠിക്കുന്ന അവസരത്തിൽ പ്രതിമാസം 1 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. 21 വയസ്സാകുമ്പോഴേക്കും 2.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയിൽ കയറാം. ഓവർ ടൈം ഒക്കെ എടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ സമ്പാദിക്കാം. അപ്പോൾ ഒരു കുട്ടിയുടെ ലൈഫ് 21 വയസ്സാവുന്നതിന് മുമ്പേ തന്നെ 5 ലക്ഷം രൂപയോളം മാസം ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് അവരെ എത്തിക്കുകയാണ്. അവരെ പാസ്സാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം പാസ്സായാൽ മാത്രമേ അവർക്ക് ജർമ്മനിയിൽ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം മുതലേ തന്നെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച നമ്മൾ ഫുൾ എക്സാമുകളാണ്. നമ്മുടെ ഇവിടെ നിങ്ങൾ കണ്ടാൽ അറിയാം, എല്ലാ ക്ലാസ് റൂമും സെൻട്രലൈസ് ബേസിക് ക്ലാസ് റൂമുകളാണ്. ഏത് വേനൽക്കാലത്തും അവർ പഠിക്കാൻ പോകുന്ന രാജ്യത്തെ തണുപ്പ് അവർക്ക് ഇവിടെ അനുഭവിക്കാനുള്ള അവസരമുണ്ട്. അത്രയും ഹൈ ക്വാളിറ്റിയുള്ള അധ്യാപകരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓരോ ക്ലാസ്സിലും ഒരു സീനിയർ ടീച്ചർ കൂടാതെ ഒരു ജൂനിയർ ടീച്ചറുണ്ട് അവരുടെ ഹോംവർക്കും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു കുട്ടി ഇപ്പം വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ ലക്ഷ്യങ്ങൾ കെട്ടിവെക്കണം. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പുറകോട്ടായിട്ടുള്ള കുട്ടികൾ എങ്ങനെ മുന്നോട്ട് പോകും? ജർമ്മനിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ടുള്ളൊരു രാജ്യമാണ്. അതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് IELTS, OET, ജർമ്മൻ ലാംഗ്വേജ് ഇതൊക്കെ പഠിക്കാനുള്ള അവസരവും നമ്മൾ ചെയ്യുന്നുണ്ട്. എഡ്യൂഫ്ലെയർ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ബേസിക്കലി ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി സ്ഥാപനമാണ്. വിദേശത്ത് ജോലി നേടുന്നതിനുള്ള പ്ലേസ്മെന്റ് സർവീസും എഡ്യൂഫ്ലെയർ ചെയ്യുന്നുണ്ട്. സോ ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ എഡ്യൂഫ്ലെയറിന്റെ ചെയർമാനായ അഡ്വക്കേറ്റ് KM റോയ് സാർ ഉണ്ട്. സോ സാറിനോട് നമുക്ക് എഡ്യൂഫ്ലെയറിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം. ഹായ് സാർ. സോ അപ്പോൾ എന്താണ് എഡ്യൂഫെയർ, എന്തൊക്കെയാണ് എഡ്യൂഫ്ലെയർ ചെയ്യുന്നത് എന്നതൊന്ന് പറയാം. എഡ്യൂഫ്ലെയർ ബേസിക്കലി ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി സ്ഥാപനമാണ്. വിദേശത്തേക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകുന്നതിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുകൂടാതെ ഒരു ഫോറിൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടും എഡ്യൂഫ്ലെയറിനോടൊപ്പം ഉണ്ട്. എഡ്യൂഫ്ലെയർ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ജോലി നേടുന്നതിനുള്ള പ്ലേസ്മെന്റ് സർവീസും എഡ്യൂഫ്ലെയർ ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെ കോഴ്സസ് ആണ് എഡ്യൂഫ്ലെയർ സ്റ്റുഡൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് US, കാനഡ, UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഫ്രാൻസ്, ജർമ്മനി മുതലായ വികസിത വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നതിന് ആവശ്യമായ കൺസൾട്ടൻസി സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് IELTS, OET, ജർമ്മൻ ലാംഗ്വേജ് ഇതൊക്കെ പഠിക്കാനുള്ള അവസരവും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ എഡ്യൂഫ്ലെയർ നമ്മളെ കുട്ടികളെ കൺസൾട്ടൻസിയും പിന്നെ ഇവിടെ നിന്ന് തന്നെ ട്രെയിനും ചെയ്യുന്നുണ്ട് അല്ലെ, ലാംഗ്വേജസും ഒക്കെ. സോ കുട്ടികളിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അവര് ഫോറിൻ ലാംഗ്വേജസ് പഠിച്ച് ഫോറിൻ പ്ലേസസിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് അവരിൽ കണ്ടുവന്നത്? വിദേശത്തേക്ക് ഒരു വിദ്യാർത്ഥി പഠിക്കാൻ പോകുമ്പോൾ വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അവരിവിടുന്ന് ഫ്ലൈറ്റ് കയറി പോകുന്ന സമയത്ത് തന്നെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പുതിയ ലോകം, പിന്നെ പഠിക്കുന്നതിനോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യണം. ജോലി ചെയ്തുകൊണ്ടാണ് അവർ പഠിക്കുന്നത്. രണ്ടാമത് സ്വന്തമായിട്ട് അവർ കുക്ക് ചെയ്യണം, അവർ വാഷ് ചെയ്യണം. അപ്പം ആദ്യം തന്നെ ഒരു ലൈഫ് സ്കില്ലാണ് അവർ നേടുന്നത്. നമ്മുടെ നാട്ടിലൊരു വിദ്യാർത്ഥി പഠിക്കുന്ന കാലത്ത് ഇതൊന്നും ചെയ്യുന്നില്ല. സ്വന്തമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നില്ല. പേരൻസിന്റെ വരുമാനം കൊണ്ടാണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി സ്വന്തം കാലിൽ നിൽക്കുകയും ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം വരുമാനത്തിൽ ജീവിക്കുകയും സ്വന്തമായി ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങളെല്ലാം സ്വന്തമായി എടുക്കുകയും ചെയ്യാൻ അവർക്ക് പ്രാപ്തരാകുകയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് അവരെ ഒരു വികസിത രാജ്യത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്കാണ് അവർ പോകുന്നത്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ജീവിത സൗകര്യങ്ങൾ ഇതെല്ലാം അവർക്ക് വളരെ പെട്ടെന്ന് ഗ്രാബ് ചെയ്യാനുള്ള അവസരം ഈ വിദേശ പഠനം കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. മൂന്നാമതായിട്ട് അവരുടെ ഫ്രീഡം. ഒരു വികസിത വിദേശ രാജ്യങ്ങളെല്ലാം ഇൻഡിവിജ്വലിന് വളരെയധികം ഫ്രീഡം നൽകുന്ന രാജ്യങ്ങളാണ്. വിദേശത്ത് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അവസരമുണ്ട്. ഇതൊക്കെയാണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. സോ ഇപ്പം ഇതിനിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില മിത്സ് ഒക്കെ കാണാറുണ്ട്. ഇവിടുന്ന് പറയുന്നത് പോലെയല്ല, ഫോറിൻ കൺട്രീസിലൊക്കെ പോയാൽ ഒത്തിരി വിഷമങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. സോ അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മളൊരു പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള സ്ട്രഗിൾസ് എല്ലാം എവിടെ പോകുമ്പോഴും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ഒരു വിദ്യാർത്ഥി ഡൽഹിയിൽ പഠിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഡൽഹിയിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്തെല്ലാം സ്ട്രഗിൾസ് ഉണ്ട്. നമ്മൾ പുതിയൊരു സ്ഥലമാണ്, പുതിയ ഭാഷയാണ്, പുതിയ ആളുകളാണ്, പുതിയ കോളേജാണ്, പല സംസ്ഥാനത്തിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ നാട്ടിലുള്ള ഡൽഹി പോകുമ്പോൾ തന്നെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അതെ. നമ്മുടെ നിലവിലുള്ള കംഫർട്ട് സോൺ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ പതുക്കെ പതുക്കെ അവർ ആ രാജ്യത്ത് അഡാപ്റ്റഡ് ആവും. ആ രാജ്യത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്ക് കിട്ടിത്തുടങ്ങി അതുമായി അവർ പരിചയിച്ചു കഴിയുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല ഒരു ജീവിതമാണ് അവർക്ക് കിട്ടുന്നത്. നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥലത്ത് അഡാപ്റ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ഒരു വികസിത രാജ്യത്ത് പോയിട്ട് അവർക്ക് സ്വന്തമായി നിൽക്കുവാനും പഠിക്കുവാനും ജീവിക്കുവാനും ഒക്കെ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു സാധാരണ ജോലികളൊക്കെയാണ് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് കിട്ടുന്നത്. ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി കഴിയുമ്പോഴാണ് അവരുടെ പഠനത്തിനനുസരിച്ചുള്ള നല്ല ജോലിയും നല്ല ജീവിതവും ഒക്കെ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഈ സ്ട്രഗിൾസ് എല്ലാം ഇതിന്റെ ഭാഗമാണ്. സോ നമുക്ക് ഇന്നത്തെ എല്ലാ കുട്ടികളും വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഫിനാൻഷ്യലി പുറകോട്ടുള്ള കുട്ടികൾക്കും അതിനുള്ള ആഗ്രഹമുണ്ട്. അവർക്കൊക്കെ വിദേശത്ത് പോയി പഠിക്കാനുള്ള ചാൻസ് ഉണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുമ്പം നമ്മുടെ രാജ്യത്തെ കറൻസിയുടെ വാല്യൂവും ഈ ഡെവലപ്ഡ് കൺട്രീസിലെ കറൻസിയുടെ വാല്യൂവും തമ്മിൽ വളരെ വ്യത്യാസം ഉള്ളതുകൊണ്ട് വളരെ വലിയ ട്യൂഷൻ ഫീ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കുട്ടി ഇപ്പം വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കെട്ടിവെക്കണം എന്നുള്ള ഒരു സംഭവം കിട്ടും. അതൊക്കെ ശരിയാണോ? അങ്ങനെയുള്ള ഇപ്പം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പുറകോട്ടായിട്ടുള്ള കുട്ടികൾ എങ്ങനെ മുന്നോട്ട് പോകും? സാധാരണഗതിയിൽ വിദേശ രാജ്യങ്ങളിലെ പഠനത്തിന് നല്ല പണച്ചെലവുള്ള കാര്യമാണ്. ഷെഡ്യൂൾ ഫ്ലെയർ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുകയും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിദേശത്ത് പോയി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ജർമ്മനി എന്ന് പറയുന്ന രാജ്യം, ജർമ്മനിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ടുള്ളൊരു രാജ്യമാണ്. ആ രാജ്യത്തെ സിറ്റിസൺസിന് മാത്രമല്ല ആ രാജ്യത്ത് ചെല്ലുന്ന ഏതൊരാൾക്കും അവിടെ എഡ്യൂക്കേഷൻ സൗജന്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ വെക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിന് തുല്യമായിട്ടുള്ള പ്രോഗ്രാമാണ്. അതായത് പഠിക്കുന്ന അവസരത്തിൽ പ്രതിമാസം 1 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. പഠിച്ചു കഴിഞ്ഞാൽ പ്രതിമാസം 2.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണിത്. ഓവർ ടൈം ഒക്കെ ചെയ്യാൻ തയ്യാറുള്ളൊരു കുട്ടിയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ മാസം സമ്പാദിക്കാനുള്ള അവസരമുണ്ട്. ഈ ഹോസ്ബിൽഡോ എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നുള്ളത് തീർച്ചയായും ഉറപ്പുവരുത്താൻ പറ്റുമോ? അതായത് ജർമ്മനിയിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകളാണിത്. നമുക്ക് +2 ആണ് അതിന് വേണ്ടുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത്. മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. അതിന്റെ കൂടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. കാരണം ഈ പ്രോഗ്രാം എല്ലാം ജർമ്മൻ ലാംഗ്വേജിലാണ് അവിടെ നടത്തുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ 17 വയസ്സിൽ +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥി 1 വർഷം എടുത്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറായാൽ 19-ാമത്തെ വയസ്സിൽ അവരുടെ ജീവിതം സെറ്റാവും. കാരണം 19-ാമത്തെ വയസ്സാകുമ്പോൾ പ്രതിമാസം 1 ലക്ഷം രൂപ അവർക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. അവിടെ ജീവിക്കാൻ ഒരു ബാച്ചിലർക്ക് വരുന്ന ചെലവെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ കണക്കാക്കിയാൽ 50,000 രൂപ മുതൽ 60,000 രൂപയാണ് ചെലവ് വരുന്നത്. അപ്പോഴും മാസം 40,000 രൂപ അവർക്ക് സേവ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. 3 വർഷം ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ 3 വർഷം ഓരോ വർഷം ചെല്ലുന്തോറും ഈ സ്റ്റൈപ്പൻഡിന്റെ എമൗണ്ട് കൂടി വരും. ഇതിനുള്ളിൽ ജോബ് ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതായത് ജോബ് ലിങ്ക്ഡ് ആയിട്ടാണ് ഈ സ്റ്റഡീസ് പോകുന്നത്. കോഴ്സ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനും ഈ 2.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയിൽ കയറാനും വേണ്ടി സാധിക്കും. അപ്പം 21 വയസ്സാകുമ്പോഴേക്കും 2.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയിൽ കയറാം. ഓവർ ടൈം ഒക്കെ എടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ സമ്പാദിക്കാം. അതെ, അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ലൈഫ് ഫുൾ സെറ്റ് ആകാൻ പറ്റുന്നതന്നെ ചുരുക്കി പറയാല്ലേ? അതെ, അതായത് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് നോക്കാം. അവിടെ ഇപ്പം നേഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് അവിടെയുണ്ട് ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി +2 കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഇവിടെ പോവുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു 8 ലക്ഷം രൂപ തൊട്ട് 10 ലക്ഷം രൂപ വേണം BSc നേഴ്സിങ്ങിന് ട്യൂഷൻ ഫീ ആയിട്ട് വേണം. പക്ഷെ ഈ സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല. നമ്മൾ അങ്ങോട്ട് പൈസ ചെലവാക്കി വേണം വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? ഇവിടെ മിനിമം ഒരു 20,000 രൂപയാണ് നമ്മുടെ നാട്ടിൽ ഒരു നേഴ്സിന് ശമ്പളം കിട്ടുന്നത്. എത്ര സീനിയർ ആയാലും ഒരു 35,000 രൂപയിൽ അധികമായിട്ട് ശമ്പളം കിട്ടുകയില്ല. അതേ സമയത്ത് ഈ കുട്ടി വിചാരിക്കുകയാണ് ഞാൻ ജർമ്മനി പോയിട്ട് നേഴ്സിംഗ് പഠിക്കാൻ തീരുമാനിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ പഠനം ഫ്രീ ആണ്. കൂടാതെ 1 ലക്ഷം രൂപ മാസം കൂടെ സ്റ്റൈപ്പൻഡ് കിട്ടും. പഠിച്ചു കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി ഇതിനുള്ളിൽ ഇൻബിൽറ്റ് ആണ്. അപ്പോൾ ഇത് നേഴ്സിംഗ് കൂടാതെ മെക്കട്രോണിക്സ്, IT, ഹോട്ടൽ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്, അങ്ങനെ 300ഓളം ട്രേഡുകളിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഒരു കുട്ടിയുടെ ലൈഫ് 21 വയസ്സാവുന്നതിന് മുമ്പേ തന്നെ 5 ലക്ഷം രൂപയോളം മാസം ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് അവർ എത്തിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഏത് കോഴ്സ് പഠിച്ചാലും ഇങ്ങനെയുള്ള വരുമാനം കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ നമുക്ക് നമ്മളിപ്പം നമ്മളിവിടെ എല്ലാ കുട്ടികളും പൊതുവെ എന്താ പറയാ, +2 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് മെഡിസിൻ എൻട്രൻസ് എഴുതും, എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എഴുതും, മെഡിസിൻ പിന്നെ റിപ്പീറ്റ് ചെയ്യും.
ഇനി റിപ്പീറ്റ് ചെയ്ത് കിട്ടിയെന്ന് വിചാരിക്കുക, അവർ MBBS 5.5 വർഷം പഠിക്കണം. 5.5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്ര സാലറി ആണെന്ന് ഒരു MBBS ഡോക്ടർക്ക് കിട്ടുന്നതെന്ന് അറിയുമോ? അവർക്ക് 40,000 രൂപ തൊട്ട് 50,000 രൂപയാണ് പ്രതിമാസം ഒരു MBBS ഡോക്ടർക്ക് ശമ്പളം കിട്ടുന്നത്. അതിനുശേഷം അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ പഠിച്ച് 10-30 വയസ്സ് വരെ പഠിച്ചാൽ പോലും അവർക്ക് ഈ 2 ലക്ഷം രൂപ പോലും സാലറി കിട്ടാനുള്ള സാധ്യത ഇല്ല. ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ക്രീമായിട്ടുള്ള സ്റ്റുഡൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ +2-ൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങി എൻട്രൻസ് എന്ന് പറയുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിൽ കിട്ടുന്ന കുട്ടിയുടെ സാഹചര്യം ഇതാണ്. അപ്പം അല്ലാത്ത ആളുകളുടെ സാഹചര്യം ആലോചിച്ച് നോക്ക്. അപ്പം ജീവിതം സെറ്റ് ആവാനായിട്ട് സാമ്പത്തിക ശേഷിയൊന്നും പരിഗണിക്കാതെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലേക്കൊക്കെ പോകാൻ വേണ്ടി വിദ്യാർത്ഥികളെ തയ്യാറാക്കുകയും അവരെ പ്രാപ്തരാക്കുകയും അവരതിലേക്കൊക്കെ വിടാനും വേണ്ടിയിട്ടാണ് എഡ്യൂഫെയർ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് മെയിൻ ആയിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജും IELTS OET എല്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ കഴിഞ്ഞ വർഷം 450ഓളം വിദ്യാർത്ഥികൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിവിടെ നിന്ന് പോയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും അധികം ജർമ്മൻ ലാംഗ്വേജിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനം. വിദ്യാർത്ഥികൾ പഠിക്കുകയും പാസ്സാവുകയും പോവുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കരിക്കുലം നമ്മുടെ അടുത്തുണ്ട്. അവരെ ക്ലാസ് കഴിഞ്ഞ് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എക്സാം പ്രാക്ടീസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരെ പാസ്സാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം പാസ്സായാൽ മാത്രമേ അവർക്ക് ജർമ്മനിയിൽ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പാസ് റേറ്റ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ട്രിക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്? അതായത് നമ്മൾ ആദ്യം തൊട്ടേ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് കുട്ടികളാരും വരുന്നത് ഈ ഭാഷ പഠിച്ച് ഇതിൽ വലിയ പരിജ്ഞാനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലില്ല. അവർക്ക് ജർമ്മനിയിൽ പോകണം, ഈ പ്രോഗ്രാമിന് പോകണം, അതിന് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവണം. അപ്പോൾ ആ പാസ്സാവുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരെ ഈ പരീക്ഷയ്ക്ക് പാസ്സാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം മുതലേ തന്നെ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച നമ്മൾ ഫുൾ എക്സാമുകളാണ്. അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിച്ച പാഠങ്ങളിൽ നിന്നുള്ള എക്സാമാണ് ശനിയാഴ്ച നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ ആദ്യം മുതലേ നമ്മൾ എക്സാം പ്രിപ്പറേഷൻസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. എക്സാം പ്രാക്ടീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മോക്ക് എക്സാമുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ കോഴ്സ് കഴിഞ്ഞാൽ 1 മാസം മുതൽ 1.5 മാസം നീണ്ടു നിൽക്കുന്ന എക്സാം പ്രാക്ടീസ്, മോക്ക് എക്സാംസ്, ഇതെല്ലാം നമ്മൾ നിരന്തരമായിട്ട് നടത്തി റിയൽ ആയിട്ടുള്ള എക്സാമിന് അവരെ എങ്ങനെയാണ് അവർക്ക് അപ്പിയർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പലവട്ടം പ്രാക്ടീസ് ചെയ്ത് അവർക്ക് കോൺഫിഡൻസ് ഉള്ളവരാക്കിയിട്ടാണ് നമ്മൾ അവരെ വിടുന്നത്. സാറ് പ്രൊഫഷണലി ഒരു എഡ്യൂക്കേറ്റർ ആണ് അല്ലേ? സോ ആ ഒരു പ്രൊഫഷനിൽ നിന്നും ഇവിടെ എഡ്യൂഫ്ലെയറിലേക്ക് എത്തുന്ന ആ ഒരു പാത്ത് എങ്ങനെയാണ് സാർ ഇതിലേക്ക് വന്നത്? ആക്ച്വലി ഞാൻ എഡ്യൂഫ്ലെയർ സ്ഥാപിക്കുന്ന കൊറോണയുടെ സമയത്താണ്. നമ്മൾ കൊറോണയുടെ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പോയി. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഒന്നും നമ്മൾ തീരുമാനിക്കുന്ന മാതിരിയല്ല നടക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ആ സമയത്തുണ്ടായി. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ എഡ്യൂക്കേഷൻ മേഖല തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എഡ്യൂക്കേഷനിൽ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് ഈ വിദേശ പഠനം മൂലമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ജോബ് ലിങ്ക്ഡ് അല്ല നമ്മുടെ പഠനം ഒന്നും. കുറെ ആളുകൾ പഠിക്കുന്നുണ്ട്, ചിലർക്ക് ജോലി കിട്ടും, പലർക്കും ജോലി കിട്ടില്ല. ചിലർക്ക് ഇന്നൊരു ജോലിയാണെങ്കിൽ നാളെ വേറെ ജോലിയാണ്, ശമ്പളം വളരെ കുറവാണ്, ജോലി സമയം വളരെ കൂടുതലാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ഇവിടെ വളരെ കുറഞ്ഞ ആളുകൾക്ക് ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ജീവിതം പല വിധത്തിലും ദുഷ്കരമാണ്. അതേസമയത്ത് വിദേശത്ത് പോകുമ്പം ശമ്പള കൂടുതലും മാത്രമല്ല ലൈഫ് സ്റ്റൈലും ജീവിത നിലവാരവും എല്ലാം വളരെ ഉയർന്നതാണ്. അതും ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഈ മേഖലയിലേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചപ്പം ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡുള്ള ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ ആളുകൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തത്. നമ്മുടെ ഇവിടെ നിങ്ങൾ കണ്ടാൽ അറിയാം, എല്ലാ ക്ലാസ് റൂമും സെൻട്രലൈസ്ഡ് AC ക്ലാസ് റൂമുകളാണ്. ഇന്ററാക്റ്റീവ് പാനൽ ഉപയോഗിച്ചിട്ടാണ് വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. കൂടാതെ ഇതൊരു മാളിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം സിനിമ കാണാൻ പോകാനുള്ള അവസരമുണ്ട്, ഫുഡ് കോർട്ടുണ്ട്, ഇവിടെ എലിവേറ്റേഴ്സ് ഉണ്ട്. റൂമിൽ മാത്രമല്ല പുറത്തും വരാന്തയിലും എല്ലാം AC ആണ്. ഏത് വേനൽക്കാലത്തും അവർ പഠിക്കാൻ പോകുന്ന രാജ്യത്തെ തണുപ്പ് അവർക്ക് ഇവിടെ അനുഭവിക്കാനുള്ള അവസരമുണ്ട്. അത്രയും ഹൈ ക്വാളിറ്റിയുള്ള അധ്യാപകരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓരോ ക്ലാസ്സിലും ഒരു സീനിയർ ടീച്ചർ കൂടാതെ ഒരു ജൂനിയർ ടീച്ചറുണ്ട്, അവരുടെ ഹോംവർക്കും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ വിധത്തിലും മറ്റുള്ള സ്ഥാപനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പഠനവും സർവീസുമാണ് നമ്മളിവിടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് വാല്യൂ കൊടുക്കുക എന്നുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സിഗ്നേച്ചറായിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തെ കാണുന്നതും അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും. നമ്മളൊരു സോഷ്യോ എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്
നമ്മുടെ സ്ഥാപനത്തിനെ റൺ ചെയ്യുന്നത്. നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ നല്ല വാല്യൂ കൊടുത്ത് നല്ല ട്രാൻസ്ഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എന്തായാലും ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ വലിയ വാല്യൂവും അവർക്ക് വലിയ ട്രാൻസ്ഫോർമേഷനും എന്തായാലും സാറും എഡ്യൂഫ്ലെയറിന്റെ എൻ്റയർ ടീമും എന്തായാലും നൽകിയിട്ടുണ്ട്. ഇനിയും തുടർച്ചയും ഒരുപാട് ജീവിതങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ? താങ്ക് യു. നമ്മുടെ അടുത്തേക്ക് വരുന്ന വിദ്യാർത്ഥി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവർ വിദേശത്തെ ജീവിത നിലവാരത്തിലും സൗകര്യത്തിലുമാണ് ഇവിടെ പഠിക്കുകയും ഈ ക്യാമ്പസിൽ ജീവിക്കുകയും ചെയ്യുന്നത്. അവർക്ക് ജർമ്മനിയിലും US-ലും UK-ലും ഓസ്ട്രേലിയയിലും ഒക്കെ എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ഇവിടെ നമ്മൾ ഇപ്പോൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്തായാലും വലിയൊരു കാര്യം തന്നെയാണല്ലേ. ആ ഒരു ആംബിയൻസിനോട് മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെയും എല്ലാം ചെയ്തിരിക്കുന്നത്, ഈവൻ ഇൻഫ്രാസ്ട്രക്ചർ കൂടി അല്ലെ. നമ്മൾ ഒരു കാര്യത്തിലും ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഹൈ ക്വാളിറ്റിയിലാണ് എല്ലാം നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും നമ്മുടെ കരിക്കുലം ആണെങ്കിലും നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ സ്റ്റാഫ് ആണെങ്കിലും നമ്മുടെ സർവീസ് ആണെങ്കിലും എല്ലാം ആളുകൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാറിന്റെ എൻ്റയർ ടീമിനും എഡ്യൂഫ്ലെയറിന്റെ എൻ്റയർ ടീമിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഗോപിക. ഞാൻ സാധന. ഞങ്ങളിപ്പോൾ ജോർജിയയിലാണുള്ളത്. ഇവിടെ പത്തുബി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ എഡ്യൂഫ്ലെയർ വഴിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നതിന് ശേഷമുള്ള പിക്കപ്പും ഹോസ്റ്റൽ എല്ലാം കറക്റ്റ് ആൻഡ് നീറ്റ് ആയിരുന്നു. ഈ ഒരു ജേർണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് റോയ് സർ, ആന്റണി സർ, നോയൽ സർ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ബീങ് കോൺസ്റ്റന്റ്ലി വിത്ത് us. ദിസ് ജേർണി വാസ് സോ ഈസി ബിക്കോസ് ഓഫ് എഡ്യൂഫ്ലെയർ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്ന ആഗ്രഹമായിട്ട് ഇവിടെ എഡ്യൂഫ്ലെയറിനെ സമീപിച്ചത്. ഓഗസ്റ്റ് ലാസ്റ്റായിട്ട് ഞങ്ങൾ ഫ്ലൈ ചെയ്യും. സെപ്റ്റംബർ 1-ാം തീയതി ക്ലാസ് തുടങ്ങുന്നത്. ജോബ് ഓഫർ ലെറ്റർ കിട്ടി. BFSന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇന്നലെ എനിക്ക് വിസ കിട്ടിയിരിക്കുകയാണ്. ഞാൻ ആഗസ്റ്റ് അവസാനത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ജർമ്മനിയിലേക്ക് പോകാൻ താല്പര്യമുണ്ട്, അവിടെ ഒരു നല്ല ജീവൻ തുടങ്ങുന്നെങ്കിൽ തീർച്ചയായും കടന്നു വരിക. എൻ്റെ പേര് ആൻമേരി ആൻ്റണി. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ എഡ്യൂഫ്ലെയറിനെ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ അറിഞ്ഞത്. ഞാനിവിടെ വന്ന് ഇവിടുത്തെ കൗൺസിലിംഗ് വഴി ഞാൻ എൻ്റെ കോഴ്സ് കണ്ടുപിടിച്ച് ഞാൻ ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയിലായിട്ടാണ് പോകുന്നത്. പിന്നെ ഇവരുടെ കൗൺസിലിംഗ്, ഇവരുടെ പ്രോസസ്സിങ് എല്ലാം വളരെ നല്ലതായിരുന്നു, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ പേര് നസൂക്ക്. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. MBAക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അങ്ങനെ കുറേ ഏജൻസീസിനെ അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സും എല്ലാവരും സജസ്റ്റ് ചെയ്തത് എഡ്യൂഫ്ലെയർ ആയിരുന്നു. കുറേ കോഴിക്കോടത്തെ ഫ്രണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്തു. സോ അങ്ങനെ എഡ്യൂഫ്ലെയറിൽ ഞാൻ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലാണ് പോയത്. സോ അവിടുന്ന് ഷെബനായിരുന്നു എൻ്റെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തത്. സത്യം പറയാലോ നല്ല ഒരു സപ്പോർട്ടാണ് എനിക്ക് ഷെബനയുടെ ഭാഗത്തുനിന്നും ആ ഒരു ബ്രാഞ്ചിന്റെ ഭാഗത്ത് നന്നായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും സർവീസ് ആണെങ്കിലും നല്ലൊരു കമ്പനിയാണ്.